ഈശോയ്ക്കും അമ്മ മാതാവിനും ഒത്തിരിയായിരം നന്ദി. എൻ്റെ പേര് ജെയിനി. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. ഞാൻ UK രജിസ്റ്റേർഡ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് എൻ്റെ അനിയനിലൂടെയാണ്. അവൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് സ്റ്റുഡൻറ്റ് വിസയിൽ UK പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നഴ്സായി 2 വർഷം ഹൈദരാബാദ് വർക്ക് ചെയ്തു. പുറത്തേക്ക് പോകാൻ ഒത്തിരി ട്രൈ ചെയ്തു. 3 പ്രാവശ്യം OET എഴുതി, കിട്ടിയില്ല. അപ്പോഴും മമ്മിയൊക്കെ വന്ന് പറയായിരുന്നു ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ. പക്ഷേ ഞാനതിന് വലിയ മുൻകൈ ഒന്നും എടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ട്രൈ ചെയ്ത് കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ലാസ്റ്റ് OET കിട്ടാണ്ടായി കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് കെയർ അസിസ്റ്റൻറ്റ് വിസയിലാണ് പോയത്. അതും 3-4 പ്രാവശ്യം ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് ഓഫർ ലെറ്ററൊക്കെ വന്ന് പിന്നെ മുന്നോട്ടൊരു പേപ്പർ വർക്ക് നടക്കാണ്ടായി. ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് മമ്മി ഒരു സ്ഥലത്തു നിന്ന് നമ്പർ കൊണ്ടുവന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിളിച്ചൊന്നുമില്ല. പിന്നെ മമ്മി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നിർബന്ധിച്ച് എന്നെ കൊണ്ട് വിളിപ്പിച്ചതാണ്. അങ്ങനെ വിളിപ്പിച്ച് ഇതായി കഴിഞ്ഞപ്പം ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ എനിക്ക് ശരിയായി. വിത്തിൻ 1.5 മന്ത് ഞാൻ UK പോയി. അവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു കൊച്ചിനെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പം മാതാവിൻ്റെയും ഈശോൻ്റെയും അനുഗ്രഹം കൊണ്ട് എനിക്കൊരു കൊച്ചിനെ BSc നഴ്സിംഗ് പഠിപ്പിക്കാനുള്ള അനുഗ്രഹം ഉണ്ടായിരുന്നു. അനുഗ്രഹം ലഭിച്ചു. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ കൊച്ചിനെ. പിന്നെ ഫൈനൽ ഇയർ കൊച്ചായപ്പോഴേക്കും എനിക്കിങ്ങനെ ഫീസ് എൻ്റെ ഡ്യൂട്ടിയൊക്കെ കുറഞ്ഞു. അപ്പോൾ എനിക്ക് കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാനായിട്ടൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ നേരിട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ആ കൊച്ചിന് കൊടുത്ത വാക്കാണ്, ഇനി എങ്ങനെ ഞാൻ ആ കൊച്ചിനെ പഠിപ്പിക്കുന്നതായി കഴിഞ്ഞപ്പം അതേ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരും ഇങ്ങനെ പറയണ പോലെ നീ OET ചെയ്ത് പിന്നെ വീട്ടുകാർ നന്നായിട്ട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും അച്ഛൻ്റെ വചനമൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ആ വചനത്തിൽ മാത്രം വിശ്വസിച്ചിട്ട് ഞാൻ OET പോയി എഴുതി. അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ബാക്കി എല്ലാ മോഡ്യൂളും കിട്ടി, ലിസണിങ് ഒഴിച്ച്. പക്ഷേ ലിസണിങ് എക്സാം ഹോളിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് സ്പീക്കറിൻ്റെ പ്രോബ്ലം കാരണം കൊണ്ടാണ് കിട്ടാണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അപ്പീലിന് പോയി കഴിഞ്ഞപ്പം അങ്ങനെ ആർക്കധികം കിട്ടാറില്ല. പക്ഷെ എനിക്ക് എല്ലാ മോഡ്യൂളും ഒന്നും കൂടി ഫ്രീ ആയിട്ട് എഴുതാനുള്ളൊരു അവസരം ലഭിച്ചു. അങ്ങനെ ഞാൻ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് എല്ലാ മോഡ്യൂളിനും ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഫുൾ B കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി NHSലേക്ക് നഴ്സായിട്ട് കയറാൻ വേണ്ടി ഞാൻ ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ ഒന്നും കിട്ടണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നാട്ടിൽ വന്ന് കല്യാണത്തിന് വന്നു കഴിഞ്ഞപ്പം എനിക്കൊരു കെയർ ഹോമിൽ നിന്നൊരു വേക്കൻസി വന്നു. 23 പൗണ്ട്. അവിടെ സാധാരണ NHSലൊരു നഴ്സിൻ്റെ സാലറി പെർ അവർ 17 പൗണ്ടായിട്ടാണ് മാക്സിമം കിട്ടുന്നത്. പക്ഷേ എനിക്ക് 23 പൗണ്ട് അവർ ഓഫർ ചെയ്തിട്ട് ജോലിക്ക് വേണ്ടി വിളിച്ചു. അപ്പോഴും കെയർ ഹോം ആയതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കെയർ ഹോമിൽ പോകാനായിട്ട്. കാരണം മൊത്തം കെയർ ഹോമിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ തലയിലായിരിക്കും. എന്നിട്ട് ഞാൻ പിന്നെ മാരേജ് കോഴ്സിൻ്റെ ഇടയിലായതുകൊണ്ട് എനിക്ക് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തിരിച്ച് UK ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെയും അതേ കെയർ ഹോമിലേക്ക് ഒന്നും കൂടി വന്നു കഴിഞ്ഞപ്പം അന്നൊരു പ്രാവശ്യം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ അന്ന് മാതാവിനോട് ഇൻ്റർവ്യൂവിന് മുമ്പ് പറഞ്ഞിട്ട് പോയി. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ നിൻ്റെ ഇതാണെങ്കിൽ അത് നടക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ചുമ്മാ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷെ ഞാൻ അതിന് സെലക്റ്റായി. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. നല്ല ശമ്പളത്തോടു കൂടിയാണ് എനിക്ക് ആ ജോലി കിട്ടി. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് ആ സമയത്ത് UK എല്ലാ റിക്രൂട്ട്മെൻറ്റ്സും നിർത്തിവെച്ചു. അവിടെ തന്നെ ഉള്ളവർക്കായാലും ജോലി കിട്ടാനായിട്ട് അവർ 3 ലക്ഷം 4 ലക്ഷം രൂപയ്ക്ക് അഡ്വാൻസ് കൊടുത്താൽ അവർ നഴ്സുമാരെയാണ് എടുക്കുന്നത്. പക്ഷെ എനിക്ക് അധികം പൈസയൊന്നും കൊടുക്കാണ്ട് എന്നെ മാതാവ് നല്ല സുരക്ഷിതമായിട്ടൊരു ജോലിക്ക് എനിക്ക് ശരിയാക്കി തന്നു. ഈ ജോലിക്ക് വേണ്ടി ഇതായി കഴിഞ്ഞപ്പോൾ ഞാൻ പഴയ ജോലി സ്ഥലത്ത് റിസൈൻ വെച്ച് ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എനിക്ക്. ഞാൻ റിസൈൻ വെച്ച് ജോലി ഇല്ലാണ്ട് ഒരാഴ്ച വീട്ടിലിരുന്നു. പക്ഷേ എനിക്ക് പുതിയ സ്ഥലത്തേക്കുള്ള വിസയൊന്നും അടിച്ചു വരാണ്ടിരുന്നു. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ 33 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കും, കൊന്ത എത്തിക്കും. പിന്നെ അച്ഛൻ്റെ വചനങ്ങളും ധ്യാനമൊക്കെ നന്നായിട്ട് തീക്ഷ്ണഭക്തിയോടുകൂടി കൂടി ഇതൊക്കെ ആയി കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി ശരിയായി. അങ്ങനെ എല്ലാ പേപ്പർ വർക്കും ഓരോ സ്റ്റെപ്പും പോകുമ്പോഴും എനിക്ക് തടസ്സങ്ങളായിരുന്നു. പക്ഷെ ഓരോ സ്റ്റെപ്പിലും ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മാതാവിനെ സമർപ്പിച്ചിട്ട് പ്രാർത്ഥിച്ച് എനിക്കതൊക്കെ ലഭിച്ചു. പിന്നെ ഞാൻ ഓരോ എക്സാമിന് പോകുമ്പോഴും വിശുദ്ധ വസ്തുവായിട്ടുള്ള ഉപ്പും പിന്നെ തേനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ പോകാറ്. പിന്നെ മാതാവിൻ്റെ ഈ കാശുരൂപം എപ്പോഴും ഞാൻ എക്സാമിന് പോകുമ്പോൾ കൊണ്ടുപോകും. അങ്ങനെ എല്ലാ എക്സാമും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ UK ചെന്നതിന് ശേഷം എനിക്ക് പാസ്സാവാൻ പറ്റി. പിന്നെ ഉപ്പ് ഉപയോഗിച്ച് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മമ്മിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മമ്മി ഇവിടുന്ന് ഉപ്പ് അയച്ചെന്നത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് എന്നും തുമ്മലായിരുന്നു, ഭയങ്കര അലർജി ആയിരുന്നു. ഒരു 10-30 പ്രാവശ്യം ഞാൻ എനിക്കുമ്പോൾ കൂട്ടിപ്പിടിച്ച് തുമ്മും. പിന്നെ ആ തുമ്മൽ ഇതുവരെ അങ്ങനെ എനിക്ക് ഡസ്റ്റ് അലർജിയോ എത്ര ഡസ്റ്റിൽ പോയാലും ഇപ്പോൾ അത്ര തുമ്മലോ ഒന്നും വരാറില്ല. 1-2 പ്രാവശ്യം ഞാൻ തുമ്മും, അതിൽ കൂടുതൽ എനിക്ക് അങ്ങനെ അലർജി വന്നിട്ടില്ല.
അത് അമ്മ മാതാവ് വഴിയാണ് എനിക്ക് അനുഗ്രഹം ലഭിച്ചത്. പിന്നെ എനിക്ക് PCOD ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്ന് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നാട്ടിൽ വന്ന് ഞാൻ UK വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു, ഞാൻ നാട്ടിൽ വന്നിട്ട് സാക്ഷ്യം പറയാം, PCOD മാറ്റിത്തരാണെങ്കിൽ പിന്നെ എനിക്ക് ജോലിയൊക്കെ ശരിയാക്കി തരാം. അങ്ങനെ ഇപ്രാവശ്യം വന്ന് ഞാൻ 2 ദിവസം മുമ്പ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് PCOD ക്ലിയറായി. ഒരു കുഴപ്പമില്ല. എൻ്റെ യൂട്രസിൻ്റെ തിക്നെസ് ഇങ്ങനെ കട്ടി കുറവായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും ഒരു പ്രശ്നമില്ലാണ്ട് മാതാവ് അത് മാറ്റി തന്നു. പിന്നെ എൻ്റെ അലർജി രോഗം മാറി. ജോലിയിലും ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതെല്ലാം മാറ്റി തന്ന ഓരോ സ്റ്റെപ്പും. എല്ലാ ദിവസവും ജോലിക്ക് ഞാൻ പോണത് ഉപ്പ് കഴിച്ചുകൊണ്ടാണ്. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് ചൊല്ലിയിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകണേ. കാരണം ഭയങ്കര പ്രഷറുള്ള ജോലിയാണ്, അത്ര ഉത്തരവാദിത്വവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഒരു കുഴപ്പമില്ലാണ്ട് ബാക്കി എല്ലാ ഫ്ലോറിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ ഡ്യൂട്ടിയിലുള്ള ദിവസം ഒരു പ്രശ്നമില്ലാണ്ട് ശരിക്കും ഇങ്ങനെ കൈവെള്ളയിൽ താങ്ങിക്കൊണ്ട് നടക്കണ പോലെ മാതാവിനെ കാത്തുകൊണ്ട് നടക്കണേ. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് മമ്മി എനിക്ക് ഇവിടുന്ന് പേപ്പർ കൃപാസനം പത്രം അയച്ചു തരാറുണ്ട്. അപ്പം ഞാൻ അവിടെ കൊടുക്കും. പിന്നെ പറ്റാവുന്ന ദിവസത്തിലൊക്കെ പള്ളിയിൽ പോകും. പിന്നെ മമ്മി എന്നെ ഉടമ്പടിയിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതാണ്. മമ്മി ഇങ്ങനെ ഇടയ്ക്ക് അയച്ചു തരും ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ധനസഹായം ചെയ്യാനോ എന്തിനൊക്കെ. അപ്പം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ചെറിയ ധനസഹായവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ മാതാവിന് കൊടുത്ത വാക്കുപോലെ തന്നെ ഞാൻ ഇപ്രാവശ്യം വന്ന് ഇന്ന് ഞാനിവിടെ ഉടമ്പടി എടുത്തു. തീർത്ഥാടന ഉടമ്പടി. ഈശോയോടും മാതാവോടും കൂടുതൽ ചേർന്ന് നിന്ന് വിശ്വാസപരമായ ജീവിതം നയിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് ഉടമ്പടി എടുത്തു. ഈ അനുഗ്രഹങ്ങളൊക്കെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ പറയാൻ മറന്നു. ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് ഈശോയിലൂടെ നേടിത്തന്നിട്ടുണ്ട്. ഈ ഉടമ്പടിയിൽ നിലനിൽക്കുന്നതിനും പ്രാർത്ഥനയിൽ ജീവിതത്തിലൂടെ നയിച്ചതിലും അതിനൊക്കെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ജെയ്നി എന്ന ഈ മകളുടെ വളരെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് ഏറ്റുപറഞ്ഞത്. ഈ മകൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് വളരെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചപ്പോൾ അവർക്കുണ്ടായ വലിയ അത്ഭുതങ്ങളെക്കുറിച്ചാണ് മകളിവിടെ ഏറ്റുപറഞ്ഞത്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടാണ് ജെയ്നി ഒരു വലിയ ആസ്തി ഉണ്ടാക്കുന്നത്. നമ്മോടെപ്പോഴും ജോസഫ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ കാര്യമാണ്, നിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എന്താണ്? പരിശുദ്ധമായ ഈ അൾത്താരയിൽ നമുക്ക് കയറി നിൽക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം ലഭിക്കുന്നത് തന്നെ ഈശോയുടെ ഇൻവെസ്റ്റ്മെൻ്റ് കൊണ്ടാണെന്ന് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴായാലും ജോസഫ് അച്ഛൻ പറയാറുണ്ട്, എൻ്റെ 40 വർഷത്തെ വിശുദ്ധ ദിവ്യബലിയുടെ യോഗ്യതയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ആ ആസ്തി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മ ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജെയ്നിക്ക് ഇവിടെ പറയാനുള്ളത്, ജെയ്നി ഒരു ആസ്തി ഇട്ടത് ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ ഒരു കുഞ്ഞിനെ ഞാൻ നഴ്സിംഗ് പഠിപ്പിച്ചോളാം എന്ന് നേർന്നുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓൺലൈൻ ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത്. നാട്ടിൽ നിന്ന് എപ്പോഴും കൃപാസനം പത്രങ്ങൾ അവിടേക്ക് UK വരുത്തുകയും അതുപോലെ തന്നെ വളരെ നിബന്ധനാപൂർവമായ അച്ഛൻ്റെ ധ്യാനങ്ങൾ കേൾക്കുകയും എപ്പോഴും ജപമാലയിൽ ആശ്രയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ ആശ്രയിച്ചുകൊണ്ട് മാധ്യസ്ഥം ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ന്യൂസിലാൻഡിൽ നിന്ന് UK-യിൽ ഇന്ന് മകൾക്ക് ജോലി ലഭിച്ചതായി, വളരെ പെട്ടെന്ന് എല്ലാ പ്രോസസ്സിങ്ങും അവസാനിച്ച് ജോലി ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊരു പ്രത്യേകത ഈ സാക്ഷ്യത്തിനുള്ളത്, ഒരു കെയർ ടേക്കറായി എനിക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, വളരെ സങ്കടത്തോടെ പ്രാർത്ഥിച്ചെങ്കിലും പരിശുദ്ധ അമ്മ മുൻപേ നടന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചതിൻ്റെ ഒരു അടയാളം കൂടിയാണിത്. ഈ മകൾ പറയുന്നുണ്ട്, അവിടെ നേഴ്സസിനുള്ള എല്ലാ അപ്പോയിൻമെൻറ്റും ഫ്രീസായിക്കൊണ്ടിരുന്നപ്പോൾ ഈ മകൾക്ക് കെയർ ടേക്കറായി ജോലി ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് പരിശുദ്ധ അമ്മ കണ്ടത്. ആ ഒരു നിലമൊരുക്കുകയും ഈ മകളുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മാറ്റി അവരുടെ ജീവിതത്തെ അവിടെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്തതായി മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അമ്മ അയച്ചു കൊടുത്ത നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തൻ്റെ ജീവിത അസ്വാസ്ഥ്യങ്ങളും വളരെ കാലമായിട്ടുണ്ടായിരുന്ന അലർജിയും PCOD എല്ലാ അസുഖങ്ങളും വളരെ പെട്ടെന്ന് സൗഖ്യപ്പെട്ടു എന്നുകൂടി മകൾ ഏറ്റുപറയുന്നുണ്ട്.
നമ്മുടെ ആസ്തി നമുക്കെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഈശോയെ സ്നേഹിക്കുന്നതിൻ്റെ അളവുകോൽ നമുക്കെപ്പോഴും ആ മാനദണ്ഡം എത്രമാത്രമാണ്, എനിക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കാൻ മാത്രം എൻ്റെ ജീവിത വിശുദ്ധി ഉന്നതമാണോ, നല്ലതാണോ എന്ന് നമുക്ക് എപ്പോഴും നമ്മുടെ വിശുദ്ധ കുമ്പസാരത്തിലൂടെയും ദിവ്യബലിയിലൂടെയും എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരവസരം കൂടിയാണ് നമ്മുടെ ഉടമ്പടി. ഒരു പക്ഷേ നമ്മുടെ കാര്യസാധ്യതകളെല്ലാം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതുകൂടി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഈശോയോട് കൂടുതൽ അടുക്കുവാനും സ്നേഹിക്കുവാനും വിശ്വാസ കൈമാറ്റം നടത്തുവാനുമുള്ള നമ്മുടെ തീക്ഷ്ണത വർദ്ധിക്കുന്നതിൽ നമുക്കെപ്പോഴും മാന്ദ്യം കൂടാതെ ഈശോയെ സ്നേഹിക്കാം. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സമയത്തും അസമയത്തും ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക, അവിടുത്തെ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് നമ്മുടെ ഒരു വലിയ ആസ്തി. നമുക്കെപ്പോഴും ഈശോയോട് നന്ദി നിറഞ്ഞ ഹൃദയമാണ് എങ്കിൽ നമ്മുടെ ആസ്തി അത് വർദ്ധിക്കുകയാണ്. മറ്റുള്ളവരെ കരുണയോടുകൂടെ കാണുവാനും ഈശോയ്ക്ക് ദാഹിക്കുമ്പോഴും വിശക്കുമ്പോഴും നഗ്നനായി കാണുമ്പോഴും പരദേശിയായി കാണുമ്പോഴും എല്ലാം ഈശോയെ കാണുന്നത് പോലെ ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈശോ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. ഈശോയുടെ നാമം നമുക്കെപ്പോഴും പ്രഘോഷിച്ചുകൊണ്ടിരിക്കാം. ജയനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു കയ്യടിയോടെ ഈ സാക്ഷി നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.